Good morning, my dear students. Welcome back to our English classroom. ഇന്ന് നമ്മൾ നോക്കുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീനിലെ രണ്ടാമത്തെ ഷോർട്ട് സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ബഷീർ, ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ്, is a true lover of nature. കഥകളുടെ സുൽത്താനായ ബഷീർ ഒരു യഥാർത്ഥ പ്രകൃതി സ്നേഹിയാണ്. ഹി ഹൈലൈറ്റ്സ് ദ ബ്ലെൻഡ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹിസ് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രകൃതിക്കും അതുപോലെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വളരെയധികം പ്രാമുഖ്യം നൽകിയിരുന്ന ഒന്നായിരുന്നു. ദ സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സർക്കാസം ഓൺ ദ ഫോളീസ് ഓഫ് മാൻ. അദ്ദേഹത്തിൻ്റെ കഥകൾ മിക്കതും മനുഷ്യൻ്റെ ഫൂളിഷായിട്ടുള്ള പ്രവൃത്തികളെ ആധാരമാക്കിയുള്ള തമാശകളും ആക്ഷേപഹാസ്യവും കൊണ്ട് നിറഞ്ഞതായിരുന്നു. Here is such a story. Read and enjoy. ഇവിടെ അതുപോലൊരു സ്റ്റോറിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. വായിച്ച് ആസ്വദിക്കാൻ പറയുകയാണ്. സോ ദ സ്നേക്ക് ആൻഡ് ദ മിറർ. പാമ്പും കണ്ണാടിയും, അതാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പാരഗ്രാഫ്. ഹാസ് എ സ്നേക്ക് ഹാവ് എ കോയിൽഡ് ഇറ്റ്സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി. ഒരു ചോദ്യത്തോടെയാണ് തുടക്കം. എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? എങ്ങനത്തെ പാമ്പാണ്? എ ഫുൾ ബ്ലഡഡ് കോബ്ര. നല്ല വിഷമുള്ള ഒറ്റ ഒരു പാമ്പ്, ഒരു മൂർഖൻ പാമ്പ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചുറ്റിയിട്ടുണ്ടോ? കോയിൽഡ് എന്ന് പറഞ്ഞാൽ ചുറ്റുക എന്നാണ്. All of us fell silent. ഇത് കേട്ടിട്ട് ഞങ്ങളെല്ലാവരും വളരെ നിശബ്ദരായിട്ടിരുന്നു. The question came from the homeopath. ആരാണ് ഈ ചോദ്യം ചോദിച്ചത്? അതൊരു ഹോമിയോപാത്താണ് ചോദ്യം ചോദിച്ചത്. ഹോമിയോപാത്ത് മീൻസ് ഒരു ഹോമിയോ ഡോക്ടർ. ഓക്കെ. The topic came up when we were discussing snakes. ഈ പാമ്പുകളെ പറ്റി അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം നമ്മുടെ ഹോമിയോപാത്ത് എടുത്തിരുന്നത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ഇപ്പോൾ നമ്മുടെ ഹോമിയോ ഡോക്ടർ വളരെ മനോഹരമായിട്ട് ഈ കഥ അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അത് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. അറ്റൻറ്റീവ്ലി മീൻസ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഓക്കെ, അതായത് ഈ കഥയുടെ സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായോ? ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഏതാനും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ് അവരുമായിട്ട് ഒരു ചർച്ചയിൽ ഏർപ്പെടുകയാണ്. ചർച്ചയുടെ ടോപ്പിക്ക് സ്നേക്കാണ്. ഈ സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്ത് എവിടെയെങ്കിലും ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഹോമിയോ ഡോക്ടർ ആ ടോപ്പിക്കിലേക്ക് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു കഥ പോലെ എല്ലാവരും അത് കേട്ടിരിക്കുന്നു. ഇതാണ് സന്ദർഭം. ഓക്കെ, ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: വാട്ട് വാസ് ദ ടോപ്പിക് ദാറ്റ് കെയിം അപ്പ് ഫോർ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്? അതായത് ഡോക്ടറുടെയും കൂട്ടുകാരുടെയും ഇടയ്ക്ക് ചർച്ചയ്ക്ക് ഉയർന്നു വന്ന ആ വിഷയം അതെന്തായിരുന്നു? നമ്മൾ കണ്ടു ആ ചോദ്യം അല്ലേ? ഹാസ് എ സ്നേക്ക് ഹാവ് എ കോയിൽ ഇറ്റ്സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? അതായിരുന്നു ടോപ്പിക്ക്. സോ ആൻസർ എന്താണ്? ദ ടോപ്പിക് വാസ് എൻകൗണ്ടർ വിത്ത് സ്നേക്സ്. സ്നേക്സുമായിട്ടുള്ളൊരു എൻകൗണ്ടർ, അതാണ് ഇവിടുത്തെ ടോപ്പിക്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. നല്ല ചൂടുള്ള ഒരു വേനൽക്കാലത്ത് രാത്രി ഏതാണ്ട് ഒരു 10 മണി ആയിട്ടുണ്ടാകും. അദ്ദേഹം കഥ ഇങ്ങനെ തുടങ്ങുകയാണ്. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ആഹാരമൊക്കെ കഴിച്ച് എൻ്റെ റൂമിലോട്ട് തിരിച്ചു വന്നു. I heard a noise from above as I opened the door. ഞാൻ എൻ്റെ റൂമിൻ്റെ വാതിൽ തുറക്കുകയാണ്. ആ സമയത്ത് മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. The sound was a familiar one. അദ്ദേഹം ആ കേട്ട ശബ്ദം അത് വളരെയധികം പരിചിതമായിരുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിന്. One could say that rats and I shared the room. ഞാനും എലികളും ഒരു റൂം ഷെയർ ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് അദ്ദേഹം വളരെ തമാശയായിട്ട് പറയുകയാണ്. ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്
ആ റൂമിൽ ധാരാളം എലികളുണ്ടായിരുന്നു. അപ്പോൾ എലികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ശബ്ദം അതായിരിക്കും അദ്ദേഹം കേട്ടത്. അത് മിക്കവാറും അദ്ദേഹം കേൾക്കുന്ന ശബ്ദമാണ്. നിങ്ങൾക്കറിയാം, ഓടിട്ട പഴയ വീടുകളുടെയൊക്കെ മച്ചും പുറത്തുകൂടെ ഇങ്ങനെ എലികളൊക്കെ ഓടിക്കളിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ? I took out my box of matches and lighted the kerosene lamp on the table. അദ്ദേഹം തീപ്പെട്ടി എടുത്തിട്ട് ടേബിളിലിരുന്ന മണ്ണെണ്ണ വിളക്ക് വെട്ടത്തിനായിട്ട് കത്തിക്കുകയാണ്. തേർഡ് പാരഗ്രാഫ്. The house was not electrified. ആ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. It was a small rented room. അത് വളരെ ഒരു ചെറിയ വാടക മുറിയായിരുന്നു. I had just set up medical practice and my earnings were meager. അതായത് അദ്ദേഹം ഡോക്ടറായിട്ട് ചികിത്സയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടക്കക്കാരനാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു വരുമാനം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതിനാലാണ് അതുപോലുള്ള ഒരു ചെറിയ റൂമിൽ, കറണ്ട് പോലും ഇല്ലാത്ത റൂമിൽ അദ്ദേഹം താമസിക്കുന്നത്. ഇവിടെ മീഗർ എന്ന പദം അതിൻ്റെ അർത്ഥം വളരെ ചെറുത്, തുച്ഛം എന്നുള്ളതാണ്. I had about 60 rupees in my suitcase. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സൂട്ട് കേസിൽ 60 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. Along with some shirts and dhotis. ആ സൂട്ട് കേസിൽ മറ്റു ചിലതും കൂടി ഉണ്ടായിരുന്നു. എന്താണത്? കുറച്ച് ഷർട്ടും മുണ്ടുകളും ആ സൂട്ട് കേസിലുണ്ടായിരുന്നു. I also possessed one solitary black coat which I was then wearing. ഈ പറഞ്ഞ 60 രൂപയും കുറച്ച് മുണ്ടും ഷർട്ടുകളും കൂടാതെ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് കോട്ടാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് കോട്ട് കൂടി മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് ഒരു ബ്ലാക്ക് കോട്ടാണ്. അതുകൊണ്ടാണ് സോളിറ്ററി, ഒറ്റയ്ക്ക് എന്ന അർത്ഥത്തിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കോട്ട് അദ്ദേഹം ഇവിടെ ഇപ്പോൾ ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഈ ബ്ലാക്ക് കോട്ടാണ്. ഇനി സൈഡിൽ കൊടുത്തേക്കുന്ന രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ എ ഫുൾ ബ്ലഡഡ് കോബ്ര സജസ്റ്റ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് എ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പറയാം, ദ കോബ്ര വാസ് വെരി പോയ്സണസ്, enthusiastic, സ്ട്രോങ്, എനർജറ്റിക്, ഫുള്ളി ഗ്രോൺ ആൻഡ് റെഡി ഫോർ സ്ട്രോങ് അറ്റാക്ക്. ധാരാളം വിഷമുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, നന്നായിട്ട് വളർച്ചയെത്തിയ ഒരു കോബ്ര. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. വാട്ട് വാസ് ദ സൗണ്ട്? ആ കേട്ട ശബ്ദം വളരെ പരിചിതമായ ഒന്നായിരുന്നു. എന്തായിരുന്നു ആ ശബ്ദം? ഇറ്റ് വാസ് ദ സൗണ്ട് മെയ്ഡ് ബൈ റാറ്റ്സ്, അല്ലേ? ദ സൗണ്ട് ഓഫ് റാറ്റ്സ് റണ്ണിങ് അക്രോസ് ദ ബീം. ആ വീടിൻ്റെ മുകളിലൂടെ ഓടിക്കളിക്കുന്ന റാറ്റിൻ്റെ ശബ്ദമാണത്. നാലാമത്തെ പാരഗ്രാഫ്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. ഈ ടുക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ഓഫിൻ്റെ V2 ആണ്. അഴിച്ചു മാറ്റി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ആ ധരിച്ചിരുന്ന ആ കറുത്ത കോട്ട് അഴിച്ചു മാറ്റി, അതോടൊപ്പം തന്നെ വെള്ള ഷർട്ടും അതിൻ്റെ അടിയിൽ ധരിച്ചിരുന്ന വെള്ള ഇന്നർ ബനിയനും അഴിച്ച് തൂക്കിയിട്ടു. ഈ വെള്ള ഇന്നർ ബനിയൻ്റെ പ്രത്യേകത എന്താണ്? അത് അത്രമാത്രം വെളുത്തതല്ല, അത് വിയർത്ത് മുഷിഞ്ഞതാണ്, കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ട്. ഐ ഓപ്പൺഡ് ദ 2 വിൻഡോസ് ഇൻ ദ റൂം. അദ്ദേഹം ആ മുറിയിലുള്ള 2 ജനലുകളും തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. ഇദ്ദേഹം താമസിക്കുന്ന ഈ റൂം അത് പുറം വശത്തേക്ക് ചേർന്ന ഒരു റൂമായിരുന്നു. അതായത് ഈ റൂം കഴിഞ്ഞാൽ മുറ്റമാണ്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോൾ. ഇത് എങ്ങനെയുള്ള വീടാണ്? ഇതൊരു ഓടിട്ട വീടാണ്. പട്ടികയും ഉത്തരവും ഒക്കെയുള്ള ത്രികോണാകൃതിയിലുള്ള മേൽക്കൂടോടുകൂടിയ ഒരു ഓടിട്ട വീട്. ഗ്യാബ് എന്ന പദം ഈ കെട്ടിടങ്ങളുടെയൊക്കെ ത്രികോണാകൃതിയിലുള്ള മുകൾ വശത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, ദർ വാസ് നോ സീലിംഗ്. അതായത് ഈ വീടിന് സീലിംഗ് ഒന്നുമില്ലായിരുന്നു, ഡയറക്റ്റ് മുകൾ വശം കാണാൻ പറ്റുമായിരുന്നു. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. ആ ഉത്തരത്തിലൂടെ എപ്പോഴും തന്നെ
എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് വളരെ രസകരമായിട്ട് എലികളുടെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശബ്ദം കേൾക്കും. ഇത് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് അദ്ദേഹം കേൾക്കുന്ന ഒരു ശബ്ദമാണ്, വളരെ പരിചിതമായ ശബ്ദം. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾ ഇറ്റ് ക്ലോസ് ടു ദ വോൾ. അദ്ദേഹം കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബെഡ് അദ്ദേഹം ചുവരിനോട് ചേർത്ത് വിരിക്കുകയാണ്. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. അദ്ദേഹം ഉറങ്ങാനായിട്ട് കിടന്നു, പക്ഷേ ഉറക്കം വരുന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. അദ്ദേഹം ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ എണീറ്റ് വരാന്തയിലൂടെ അല്പനേരം നടന്നു, കാറ്റ് കൊള്ളാനായിട്ട്. കറണ്ടും ഫാനും ഒന്നും ഇല്ലാത്ത വീടാണല്ലോ. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൻ ടൈം ഓഫ്. പക്ഷേ കാറ്റിൻ്റെ ദൈവം ചെറിയൊരു ബ്രേക്ക് എടുത്തതുപോലെ അദ്ദേഹത്തിന് തോന്നി. അതായത് കാറ്റ് കൊള്ളാൻ പുറത്ത് വന്നു നിന്നപ്പോൾ കാറ്റില്ല. ഈ ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുന്നതിനാണ് പറയുന്നത് കേട്ടോ. 5ാമത്തെ പാരഗ്രാഫ്. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു, അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ഇരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്, ദ മെറ്റീരിയ മെഡിക്ക. കസേരയിലിരുന്ന അദ്ദേഹം മുമ്പിലുള്ള ടേബിളിൻ്റെ അടിയിലുള്ള ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു ബുക്ക് എടുത്തു. ആ ബുക്കിൻ്റെ പേര് മെറ്റീരിയ മെഡിക്ക എന്നായിരുന്നു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. അദ്ദേഹം ആ ബുക്ക് ടേബിളിൽ തുറന്നു വെച്ചു. ഈ ബുക്ക് കൂടാതെ ആ ടേബിളിൽ വേറെ ചില സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അതായത് ഒരു ലാമ്പ്, ഒരു വിളക്ക്, അതുപോലെ ഒരു വലിയ കണ്ണാടി. എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ. പിന്നെ ആ കണ്ണാടിയുടെ അടുത്തായിട്ട് ഒരു ചീപ്പും. അപ്പോൾ ആ ടേബിളിൽ അദ്ദേഹം നേരത്തെ കത്തിച്ചു വെച്ച ആ മണ്ണെണ്ണ വിളക്ക് അതവിടെയുണ്ട്, ആ ലാമ്പ്. അതുപോലെ തന്നെ ഒരു കണ്ണാടിയും അതിനോട് ചേർന്ന് ഒരു ചീപ്പുമുണ്ട്. പിന്നെ അദ്ദേഹം ഓപ്പൺ ചെയ്തു വെച്ചേക്കുന്ന ആ ബുക്കും. 6ാമത്തെ പാരഗ്രാഫ്. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. നമ്മുടെ അടുത്തൊരു കണ്ണാടി മുമ്പിലുണ്ടെങ്കിൽ അതെടുത്ത് നോക്കാൻ നമുക്കൊരു പ്രലോഭനം ഉണ്ടാകും, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഐ ടുക്ക് എ ലുക്ക്. അദ്ദേഹത്തിനും ആ പ്രലോഭനമുണ്ടായി. അദ്ദേഹം ആ കണ്ണാടി എടുത്ത് അതിൽ നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അദ്ദേഹം പറയാണ്, ആ കാലത്ത് അദ്ദേഹം ഒരു സൗന്ദര്യ ആരാധകനായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ സുന്ദരനാകാൻ എങ്ങനെയൊക്കെ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഐ വാസ് അൺമാരിഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ്, അതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ടുമില്ല. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എൻ്റെ പ്രസൻസ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം, അതായത് എല്ലാവരും എന്നെ ഒന്ന് നോക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അദ്ദേഹം ആ ചീപ്പ് എടുത്ത് മുടിയിഴകളിലൂടെ ചീവി വകഞ്ഞ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, നല്ല വൃത്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ മുടി ഈരി. Again, I heard that sound from above. വീണ്ടും അദ്ദേഹം ആ ശബ്ദം മുകളിൽ നിന്നും കേട്ടു. 7ാമത്തെ പാരഗ്രാഫ്. I took a close look at my face in the mirror. കണ്ണാടിയിലൂടെ കാണുന്ന എൻ്റെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. I made an important decision. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. എന്താണത്? I would shave daily and grow a thin mustache to look more handsome. ഞാൻ കൂടുതൽ സുന്ദരനാകാനായി ഇനി എന്നും എൻ്റെ മുഖം ഷേവ് ചെയ്യും. അതുമാത്രമല്ല, വളരെ കട്ടി കുറഞ്ഞ ഒരു മീശ, ഈ പൊടിമീശ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒന്ന് അദ്ദേഹം വെക്കും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. എല്ലാത്തിനുപരി ഞാനൊരു ബാച്ചിലറാണ്, അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറുമാണ്. ഇവിടെ അദ്ദേഹം കല്യാണപ്രായം ഏതാണ്ടായ സുന്ദരനായ ഒരു യുവ കോമള ഡോക്ടറാണ് താനെന്ന് സ്വയം
സന്തോഷിക്കുകയാണ്, അതുപോലെ ചെറുതായിട്ടൊന്ന് അഹങ്കരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. 4ാമത്തെ ചോദ്യം. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. പിക്ക് ഔട്ട് ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻസ് ഫ്രം ദ സ്റ്റോറി ടു ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? അക്കാലത്ത് ഞാനൊരു വലിയ സൗന്ദര്യ ആരാധകനായിരുന്നു. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഈ കഥയിൽ നിന്നും കണ്ടെത്തണം. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ട ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം, ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്, പാർട്ടിംഗ് ലുക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്, ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാഷ് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. 8ാമത്തെ പാരഗ്രാഫ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. അതായത് ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. എന്താ ചിരി! അതായത് തൻ്റെ ചിരി വളരെ നല്ല പുഞ്ചിരിയാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാൻ മറ്റൊരു ഭൂകമ്പം ഉണ്ടാക്കുന്ന, ഭൂമി കുലുക്കുന്ന ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അദ്ദേഹം 2ാമത്തെ ഡിസിഷനാണ് എടുക്കുന്നത്. ആദ്യത്തെ ഡിസിഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നും ഷേവ് ചെയ്യുക, അതുപോലെ ഒരു പൊടിമീശ വെക്കുക. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. തൻ്റെ പുഞ്ചിരി അടിപൊളിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്താണ്? കൂടുതൽ സുന്ദരനാകാനായിട്ട് ഞാൻ എപ്പോഴും ആ പുഞ്ചിരി സൂക്ഷിക്കും, അതായത് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നടക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഞാനൊരു ബാച്ചിലറാണ്, അതിനപ്പുറം ഞാനൊരു ഡോക്ടറാണ് എന്ന് അദ്ദേഹം വളരെ പ്രൗഡായിട്ട് ചിന്തിക്കുകയാണ്. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്. മുകളിൽ നിന്നും വീണ്ടും ആ പരിചിത ശബ്ദം അദ്ദേഹം കേട്ടു. 9ാമത്തെ പാരഗ്രാഫ്. ഐ ഗോട്ട് അപ്പ്. ഞാൻ എണീറ്റു. ലിറ്റ് എ ബീഡി. ഞാനൊരു ബീഡി കത്തിച്ചു. ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അതായത് അദ്ദേഹം റൂമിൽ കൂടെ ഉലാത്തുകയായിരുന്നു. ദാൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. ആ സമയത്ത് മറ്റൊരു സുന്ദരമായ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ചു. എന്തായിരിക്കും അത്? ഐ വുഡ് മാരി. ഞാനൊരു വിവാഹം ചെയ്യും, കല്യാണം കഴിക്കും. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൻ ഡോക്ടർ ഹു ഹാഡ് പ്ലൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ഞാനൊരു ലേഡി ഡോക്ടറെ വിവാഹം ചെയ്യും. എങ്ങനെയുള്ള ഡോക്ടറാണ്? അതായത് ഒരുപാട് സമ്പത്തുള്ള, അതുപോലെ ഡോക്ടറായി പേര് കേട്ട, ഒത്തിരി പേഷ്യൻസ് ഒക്കെ ഉള്ള ഒരു ഡോക്ടറെ. മീൻസ് നല്ല സമ്പത്തും വരുമാനവുമുള്ള ഒരു ലേഡി ഡോക്ടറെ. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. അദ്ദേഹത്തിൻ്റെ നിബന്ധനകൾ വേറെയുമുണ്ട്. ആ പെൺകുട്ടി വളരെ തടിയുള്ള ഒരാളായിരിക്കണം. അതിന് ഒരു കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണത്? ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. എന്താണ് കാരണം? അതായത് അദ്ദേഹം വല്ല ചെറിയ തെറ്റുകളും മറ്റും ചെയ്താൽ ഒരിക്കലും ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയരുത്. അതായത് തടി കാരണം പെൺകുട്ടിക്ക് ഓടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിച്ച് ഈ പെൺകുട്ടി അദ്ദേഹത്തെ പണിഷ് ചെയ്യാൻ പാടില്ല. അതാണ് അദ്ദേഹം ഇങ്ങനെയൊരു നിബന്ധന വെക്കാൻ കാരണം. സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 2 important and earth-shaking decisions that the doctor takes while looking into the mirror? അതായത് കണ്ണാടിയിൽ നോക്കിയിരിക്കുമ്പോൾ ഡോക്ടർ എടുത്ത വളരെ പ്രധാനപ്പെട്ടതും ഞെട്ടിപ്പിക്കുന്നതുമായ ആ 2 തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തത്? ഹി വിൽ ഷേവ് ഡെയിലി. എല്ലാ ദിവസവും ഷേവ് ചെയ്യും. ഹി വിൽ ഓൾവേസ് കീപ്പ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. വളരെ മനോഹരമായി അദ്ദേഹം എല്ലാവരുടെ അടുത്തും പുഞ്ചിരിക്കും. പിന്നെ എന്താണ്? ഹി വിൽ ഗ്രോ മൊസ്റ്റാഷ്. അദ്ദേഹം ഒരു മീശ, പൊടിമീശ വളർത്തും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനുള്ള മാർഗങ്ങളായിട്ട് അദ്ദേഹം കാണുന്നതാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. അഗൈൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്.
Did the doctor pay much attention to the noise? Why? മുകളിൽ നിന്നും വീണ്ടും ആ ശബ്ദം കേട്ടു. ഡോക്ടർ ആ ശബ്ദം കേട്ടിട്ട് കാര്യമായിട്ട് അത് ശ്രദ്ധിച്ചോ? എന്തുകൊണ്ട്? ആൻസർ നോ എന്നാണ്. അദ്ദേഹം ശ്രദ്ധിച്ചില്ല. വൈ? ഹി വാസ് യൂസ് ടു ഹിയറിംഗ് സച്ച് നോയ്സ് മെയ്ഡ് ബൈ റാറ്റ്സ്. അദ്ദേഹം സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ഈ ശബ്ദം, അല്ലേ? റാറ്റ് മുകളിലൂടെ ഓടിക്കളിക്കുന്ന ശബ്ദം സ്ഥിരമായി കേൾക്കുന്ന വളരെ പരിചിതമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഇനി ഏഴാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് വുമൻ ഡസ് ദ ഡോക്ടർ വാണ്ട് ടു മാരി? വൈ? ഏത് തരത്തിലുള്ള സ്ത്രീയെയാണ് ഈ ഡോക്ടർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ട്? The doctor wants to marry a fat woman doctor who has plenty of money and a good medical practice. നല്ല സമ്പത്തുള്ള, അതുപോലെ നന്നായിട്ട് തടിച്ച ഒരു ഡോക്ടറിനെയാണ് അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ താല്പര്യം. എന്തുകൊണ്ടാണ് തടിച്ച ഒരു സ്ത്രീയെ വേണമെന്ന് അദ്ദേഹം പറയുന്നത്? If she is fat, she cannot be able to run after him and catch him. തടിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അദ്ദേഹം വല്ല തെറ്റുകളും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ അവൾക്ക് സാധിക്കില്ല. അതാണ് റീസൺ. 10ാമത്തെ പാരഗ്രാഫ്. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അതായത് വളരെ മനോഹരമായ ഇത്തരം ചിന്തകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് അദ്ദേഹം ആ ടേബിളിന് മുൻപിലുള്ള അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. There were no more sounds from above. ഇപ്പോൾ മുകളിൽ നിന്നും ശബ്ദങ്ങളൊന്നും തന്നെ അദ്ദേഹം കേൾക്കുന്നില്ല. Suddenly, there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്ന് ഒരു റബ്ബർ ട്യൂബ് മുകളിൽ നിന്നും താഴോട്ട് ഇട്ടതുപോലുള്ള ഒരു വലിയ ശബ്ദം, ഒരു ഡള്ളായിട്ടുള്ളൊരു ശബ്ദം അദ്ദേഹം കേട്ടു. Surely, nothing to worry about. അദ്ദേഹം ആശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഒന്നും തന്നെ പേടിക്കാനില്ല, ഒരു ശബ്ദമല്ലേ. Even so, I thought I would turn around and take a look. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇത് പേടിക്കാൻ മാത്രമൊന്നും ഇല്ല എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. എന്നിരുന്നാലും അദ്ദേഹം പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേക്കാം എന്ന് കരുതി. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. അദ്ദേഹം തിരിഞ്ഞു നോക്കിയതും ഒരു തടിച്ച പാമ്പ് കസേരയുടെ പുറകിലൂടെ അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ഇഴഞ്ഞു കയറി. The snakes landing on me and my turning were simultaneous. അദ്ദേഹം ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും പാമ്പ് അദ്ദേഹത്തിൻ്റെ തോളത്തേക്ക് ഇഴഞ്ഞു കയറിയതും ഒരുമിച്ചായിരുന്നു. സൈമുൾട്ടേനിയസ് മീൻസ് രണ്ട് സംഭവങ്ങൾ ഒരു സമയത്ത് നടക്കുന്നതാണ്, അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇതിൽ ഈ വൃഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നതിനാണ് പറയുന്നത്. അതുപോലെ ഡൾ തഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ശബ്ദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു നമ്മുടെ ഹോമിയോപാത്ത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതേപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ്. ഈ സമയത്തൊരു ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിഞ്ഞു നോക്കുകയും അതേ സമയത്ത് ഒരു വലിയ പാമ്പ് അദ്ദേഹത്തിൻ്റെ തോളത്തേക്ക് ഇഴഞ്ഞു കയറുകയും ചെയ്യുകയാണ്. ഓക്കെ, രണ്ടും ഒരുമിച്ച് സംഭവിച്ചു. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതുവരെ അദ്ദേഹം മുകളിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ശബ്ദം അത് എന്തായിരുന്നു എന്നുള്ളത്.